സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ദിവസങ്ങളിൽ ഒത്തിരിയേറെ ആളുകൾ അനുഭവിച്ച ഒരു സംഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടുന്ന ഒരു പുതിയ രീതി ഈ ദിവസങ്ങളിൽ വളരെ വ്യാപകമായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. മുണ്ടകയത്ത് ഒരു കന്യാസ്ത്രീയുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടുകയും ആ ഇടവകയിൽപ്പെട്ട ഒത്തിരിയേറെ ആളുകൾ പൈസ അയച്ചു എന്നതിൻ്റെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ഈ കഴിഞ്ഞ 19-ാം തീയതി എനിക്കും എൻ്റെ വാട്സപ്പ് കുറച്ച് നേരത്തേക്ക് നഷ്ടപ്പെട്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസരം ഒരു പക്ഷേ എൻ്റെ അശ്രദ്ധ കൊണ്ടായിരിക്കാം അവർക്ക് ലഭിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനൊരു ഷോറൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലാണ് എനിക്ക് ഈ ഒരു കോൾ വരിക. എന്നെ ഈ വിളിക്കുന്ന ഒരു വ്യക്തി എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ ഫാദർ ഫിലിപ്പ് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു. മാത്രമല്ല എന്നോട് പറഞ്ഞൊരു കാര്യം സാധാരണ ജനങ്ങളുടെ ഇടയിൽ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല. കാരണം ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പല ഫോറമുകളുണ്ട്. അതിലുള്ള ഒരു ഫോറമാണ് സ്റ്റുവാർഷിപ്പ് ഫോറം. അതായത് ഈ അഡ്മിനിസ്ട്രേറ്റർമാരൊക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഫോറമാണത്. അപ്പോൾ അതിൻ്റെ ഒരു സൂം മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് പ്രൊവിൻസ് ലെവലല്ല, കോൺഗ്രിഗേഷണൽ ലെവൽ നടത്തപ്പെടുന്ന ഒരു മീറ്റിംഗ് ആണ്. അതുകൊണ്ട് യു മസ്റ്റ് അറ്റൻഡ് ദാറ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വ്യക്തി എന്നോട് സംസാരിക്കുക. കാരണം ആളുടെ സംസാര രീതിയും കാര്യങ്ങളെല്ലാം നമ്മളുടെ സാധാരണ സംസാരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. മാത്രമല്ല ഇത് വളരെ തർപ്പിച്ചിങ്ങനെ പറയുമ്പോൾ ഞാനും ഓർത്തു ഇത് ജെന്യുവനായിട്ടുള്ളൊരു കോളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ കാരിസ്ഭവനിൽ ഞങ്ങൾക്ക് ഈസ്റ്ററിൻ്റെ തിരക്കിലാണ്. മാത്രമല്ല ജാഗരണ പ്രാർത്ഥനയും ജാഗരണ പൂജയും എല്ലാം 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ അസൗകര്യമുണ്ട് എന്ന് അറിയിച്ചപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം, ഓക്കെ ഞാനിപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ വാട്സപ്പ് സൂം മീറ്റിങ്ങിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വ്യക്തിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഇതുപോലുള്ള സൂം മീറ്റിങ്ങിനെ കുറിച്ച് നമ്മളോട് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുക എന്താണ്, കാരണം ഇതുപോലത്തെ ടേം സാധാരണ ആൾക്കാരുടെ ഇടയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമല്ല. മാത്രമല്ല നമ്മുടെ ഡീറ്റെയിൽസ് പഠിച്ചു വെച്ചതിന് ശേഷമാണ് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ആ വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യുമോ, അത് പറഞ്ഞു കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡിസ്പ്ലേ കാണുന്നത് ആകെ വെരിഫിക്കേഷൻ കോഡിന് വന്ന 6 ഡിജിറ്റ് OTP മാത്രമാണ്. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചു ഈ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഞാൻ പറഞ്ഞു കൊടുത്ത് ഉടനെ തന്നെ ആൾ ഇത് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു കോഡ് കൂടി അയക്കുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന ടൈം ഏത് സമയം വേണമെങ്കിലും ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാം. പക്ഷേ യു മസ്റ്റ് അറ്റൻഡ് ദിസ് മീറ്റിംഗ്, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ച് നിർത്തുക. അപ്പോൾ ഞാൻ ഓർത്തു അത്ര അർജൻറ്റ് മീറ്റിംഗ് ആയിരിക്കുക, അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത് വന്ന OTP കൂടി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഉടനെ തന്നെ എൻ്റെ വാട്സപ്പ് നിശ്ചലമായി. എനിക്ക് വാട്സപ്പിൽ ആക്സസ് കിട്ടുന്നില്ല, ഒരു തരത്തിലും ആരെയും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ എന്നെ അറിയാവുന്ന ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി. ഒത്തിരി വൈദികർ വിളിച്ചു, ഒത്തിരി ഫ്രണ്ട്സ് വിളിച്ചു. എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ അർജൻറ്റായിട്ട് വിളിക്കാൻ പറയുന്നത് എന്താണ്, എന്തെങ്കിലും പ്രശ്നത്തിലായതുകൊണ്ടാണോ പൈസ ചോദിക്കുന്നത്? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വാട്സപ്പ് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടു. ഒരുപക്ഷേ കർത്താവ് നമുക്ക് നൽകിയ ആ ഒരു മുന്നറിയിപ്പ് നമ്മൾ എടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളാകണം എന്ന് കർത്താവ് പറയുമ്പോൾ അത് പറയുന്ന കോണ്ടസ്റ്റ് വേറെയാണ്. അപ്പസ്തോലന്മാരെ അയക്കുന്ന സമയത്താണ്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു, മത്തായി 10:16 നമ്മൾ വായിക്കുന്ന ഒരു വചനമാണത്. പക്ഷേ ആ സമയം ആ ഒരു വിവേകം എനിക്കില്ലാതെ പോയി എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ ഒരു ഷോറൂമിൽ കുറച്ച് ആളുകളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹം തിരക്ക് കൂട്ടുകയാണ്, മറ്റു വൈദികരെ എനിക്ക് ഇൻഫോം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നറിയാതെ ഇത് കൊടുത്തു. പക്ഷേ എൻ്റെ ദൈവാധീനം എന്ന് പറയാം. കാരണം ഞാനൊരു 2-way വെരിഫിക്കേഷന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വാട്സപ്പിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉടനെ ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, നിങ്ങളുടെ വാട്സപ്പ് ഇപ്പോൾ വേറൊരു മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അത് പഴയ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടണമെങ്കിൽ എന്ത് മാർഗമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ 4 മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ആദ്യത്തെ ഫോൺ നമ്പർ എനിക്ക് പരിചയമുള്ള ഒരു ഫോൺ നമ്പർ അല്ല കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഇമെയിൽ ID പോലും വേറൊരാളുടെയാണ് കൊടുത്തിരിക്കുക. പക്ഷേ ഞാൻ എപ്പോഴും SMS എന്നുള്ളൊരു ഓപ്ഷന് കൂടി കൊടുക്കാറുണ്ട്. എന്ത് പാസ്വേഡ് കൊടുക്കുമ്പോഴാണെങ്കിലും ആ ഒരു ഓപ്ഷൻ കൂടി ഞാൻ എപ്പോഴും എനേബിൾ ചെയ്യാറുണ്ട്. അതിൽ എൻ്റെ നമ്പർ തന്നെ കണ്ടു. ഞാൻ ഉടനെ SMS എന്നുള്ള അതിൽ പ്രസ് ചെയ്തു. ഉടനെ തന്നെ ആ വാട്സപ്പ് പഴയ രീതിയിൽ എനിക്ക് കിട്ടി.
അത് മാത്രമല്ല എന്നെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമാക്കിയത് കാരണം ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകൾ നമ്മൾ ഫോണിലുണ്ടാവുമല്ലോ, നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടി. ഉടനെ തന്നെ അതിലൂടെ മറ്റുള്ളവരെ അറിയിക്കാൻ സാധിച്ചു. എൻ്റെ നമ്പർ ഹാക്ക് ചെയ്യപ്പെട്ടതാണ്, നിങ്ങൾ ആരും തന്നെ പൈസ അയച്ച് വഞ്ചിതരാകരുത്, ഇത് ഞാനല്ല. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, ആ സമയത്ത് വന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കുക. പ്രിയമുള്ളവരെ, പിന്നീട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വൈദികർക്കും ഇതുപോലെ തന്നെ അബദ്ധങ്ങൾ സംഭവിച്ചു. ഇതേ വ്യക്തി തന്നെ പലവരെയും കോൺടാക്റ്റ് ചെയ്തു. നമ്മുടെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ കോൺടാക്റ്റുകൾ അവർ ഹാക്ക് ചെയ്യും. ആ കോൺടാക്റ്റുകളിലേക്ക് നമ്മൾ അയക്കുന്ന മെസ്സേജുകളായിട്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകും. പക്ഷേ അവർ കൊടുക്കുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, അത് വേറെ ഒരാളായിരിക്കും അതിൻ്റെ പുറകിലുള്ളത്, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഈ വാട്സപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ റീഗെയിൻ ചെയ്തെടുക്കണമെന്ന് അറിയാത്തവരാണ്. അപ്പോൾ ഈ രണ്ടാമത് വരുന്ന ആ ഒരു മെസ്സേജ് നമ്മൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വാട്സപ്പ് എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടപ്പെടും. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് എന്ന രീതിയിൽ അവർ അത് തുടർന്ന് ഉപയോഗിക്കും. മറ്റു വ്യക്തികൾക്ക് ഇതുപോലെ, പ്രത്യേകിച്ച് നമ്മളെ കൂടുതൽ അറിയാവുന്ന വ്യക്തികളിലേക്ക് ഇങ്ങനെ നിരന്തരം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ അയക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ നിങ്ങളുടെ വാട്സപ്പ് എടുക്കുക. അതിൽ സെറ്റിങ്സ് ഉണ്ട്, അതിൽ സെക്യൂരിറ്റി എന്ന അക്കൗണ്ട് സെക്യൂരിറ്റി അങ്ങനെ കൊടുത്തിരിക്കുന്ന ആ ഭാഗം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതിൽ 2 വേ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ശക്തമേറിയ ഒരു നമ്പർ പാസ്വേഡായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ കൊടുത്ത് നിങ്ങൾ എനേബിൾ ചെയ്യുന്ന രീതിയിലാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു OTPയോ അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സേജ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യം കൂടുതൽ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇതുപോലെ സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജുകൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ വോയിസ് കൃത്യമായിട്ട് അറിയാവുന്നവരാണ്, നിങ്ങളോട് സംസാരിക്കുന്ന രീതികൾ അറിയാവുന്നവരാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം തന്നെ വാട്സപ്പിൽ അവരെ ബന്ധപ്പെടാതെ നോർമൽ കോളായിട്ട് അവരെ വിളിക്കുക. ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത് ഒറിജിനലാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം നമ്മൾ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്താലുള്ള ഒരു കുഴപ്പം, ഇപ്പോൾ AI സിസ്റ്റം ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു വോയിസ് അതിൽ കിടക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വോയിസ് കിടക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇത് അനുകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ നോർമൽ കോളിൽ വിളിക്കുക, വിളിച്ച് ആ വ്യക്തിയായിട്ട് സംസാരിക്കുക. ഇങ്ങനൊരു മെസ്സേജ് നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഇതുപോലെ പെട്ടെന്ന് ഒരു OTP പറഞ്ഞു കൊടുക്കുന്ന ആ സ്വഭാവം നിർത്തുക. എന്ത് തിരക്കിലാണെങ്കിലും നമ്മൾ ആദ്യമേ അത് വായിച്ച് മനസ്സിലാക്കും. കാരണം എനിക്ക് ആ ഒരു തിരക്കിനിടയിൽപ്പെട്ട് പോയത് കൊണ്ടാണ് അത് സംഭവിച്ചത്. കാരണം പ്രത്യേകിച്ച് വേറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഉടനെ തന്നെ ആ OTP പറഞ്ഞു കൊടുത്തു, അതിലൂടെയാണ് ഞാൻ കബളിപ്പിക്കപ്പെട്ടത്. അതുപോലെ നിങ്ങളും വഞ്ചിതരാകാതിരിക്കാൻ ആദ്യമേ തന്നെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക. നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുന്ന കൂടുതലായിട്ട് നിർത്തുക. പിന്നെ അറിയില്ലാത്ത വ്യക്തിയിൽ നിന്ന് വരുന്ന ലിങ്കുകൾ ആവശ്യമില്ലാതെ നമ്മൾ അതെന്താണെന്ന് നോക്കാൻ ശ്രമിക്കാതിരിക്കുക. നമുക്ക് അറിയാവുന്ന വ്യക്തികളോട് കൂടുതലായിട്ട് സംസാരിക്കുക. അതേസമയം അറിയാവുന്ന വ്യക്തികളിൽ നിന്ന് പോലും അവർ സാധാരണ അയക്കുന്നതിന് വ്യത്യസ്തമായി മെസ്സേജുകൾ വരുന്നുണ്ടെങ്കിൽ, ലിങ്കുകൾ വരുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഈ ഒരു ട്രാപ്പിൽ പെട്ടതായിരിക്കാം, അവരുടെ അക്കൗണ്ടിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ഇതിലേക്ക് വരുന്നത്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു തട്ടിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന, എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങളും വീണ്ടും ഇതുപോലെ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൂടുതൽ ശ്രദ്ധയോടുകൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ, നമ്മുടെ ലാപ്ടോപ്പ്, അതൊക്കെ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക.